ഗോതമ്പ് പൊടി കൊണ്ട് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നമുക്ക് ഇനി ഇതേപോലത്തെ ഒരു സോഫ്റ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് 4 അച്ച് ബെല്ലം എടുത്തേക്കണത്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ബെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് അവിടെ ആവട്ടെ. ഇനി വേണ്ടത് ചെറുപഴമാണ്. അത് 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം, റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ പാലല്ല ഞാൻ ഉപയോഗിക്കുന്നത്, തേങ്ങ ചിരവിയതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1.5 കപ്പ് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഏലക്ക ചതച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ ചോറാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെല്ലം ഉരുക്കാൻ വെച്ചതുണ്ടല്ലോ, അത് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 തവണ വേണമെങ്കിലും അരച്ചെടുക്കാം. ഇതേപോലെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആയിട്ടുണ്ട്. 2 പ്രാവശ്യം അരച്ചെടുത്തതാണ് കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജീരകം ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ അരച്ച് കൊടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് അതിനോടൊപ്പം അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ മതിയാവും കേട്ടോ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. നമുക്കിത് അരമണിക്കൂറിന് ശേഷം ഇതിലേക്ക് കുറച്ച് നുള്ളു ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ആ ഉപ്പ് എല്ലാവിടെയും ഒന്ന് യോജിക്കുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് ആ ഉപ്പൊക്കെ ഒന്ന് കലങ്ങുന്ന പോലെ ഒന്ന് മെല്ലെ ഒന്ന് യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കാത്തതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അതിനാണ് ഈ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തേക്കണത്. എന്താണ് നമുക്ക് ഇങ്ങനെ ഇത് കഴിക്കുമ്പോൾ നമ്മൾ ഈ ചിരകിയിട്ട തേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ ചെറുതായി ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. ഏലക്കായൻ്റെ മണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഇനി ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന ടിന്നാണ് എടുത്തേക്കണത്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേറ്റ് വേണമെങ്കിൽ എടുത്ത് കൊടുത്തിട്ട്, നമുക്ക് അറിയാമല്ലോ കിണ്ണം, അതിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കേക്ക് ബേക്കിംഗ് ചെയ്യുന്ന പാത്രം എടുത്തേക്കണം. അതിലേക്ക് നെയ്യെല്ലാം തടവി ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് 2 കിണ്ണത്തപ്പം ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു അരോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴേക്ക് ഞാനവിടെ ഇഡ്ഡലി ചട്ടി ആവി കയറ്റാൻ വേണ്ടിയിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണേ. അതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് ഞാൻ മുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലോട്ടിടാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അതും ഇതും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോഴേക്ക് നമ്മുടെ ഇഡ്ഡലി ചെമ്പ് നന്നായി ഒന്ന് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഒരു 20-25 മിനിറ്റിന് ശേഷം ഓരോ ഇഡ്ഡലി ചട്ടിൻ്റെ കട്ടിക്കനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 25 മിനിറ്റ് ആവശ്യം വന്നു ഇതൊന്ന് വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോണ നല്ല അടിപൊളി കിണ്ണത്തപ്പം, നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന പോലത്തെ നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ
അലിഞ്ഞിറങ്ങും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ്. ചൂടൊക്കെ ആറിയതിന് ശേഷം എടുക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. പുതിയതായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.